കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ സർക്കാരിനെ വെള്ളപൂശി ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്നും ബലക്ഷണയം ചൂണ്ടിക്കാട്ടിയ മുൻ റിപ്പോർട്ടുകളിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ പറഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ട്. ഏതെങ്കിലും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടില്ല എന്നും നടപടി തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും കളക്ടർ ജോൺ വി സാമുവൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന മുൻകാല റിപ്പോർട്ടുകളുണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അപകടം നടന്ന ആദ്യ മണിക്കൂറിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി രക്ഷാപ്രവർത്തനം നടത്താതിരുന്നത് എന്തുകൊണ്ട്? ഈ രണ്ടു ചോദ്യങ്ങൾക്കും നീതിയുക്തമായ ഉത്തരമാണ് ജില്ലാ കളക്ടറുടെ അന്തിമ റിപ്പോർട്ടിൽ ജനം പ്രതീക്ഷിച്ചത്. പക്ഷേ സർക്കാരിനെ പൂർണ്ണമായും വെള്ളപൂശുന്നതായിരുന്നു റിപ്പോർട്ട്. കെട്ടിടത്തിന് ബലക്ഷയം ചൂണ്ടിക്കാട്ടിയ മുൻകാല റിപ്പോർട്ടുകളിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ പറഞ്ഞിട്ടില്ലെന്നാണ് കളക്ടറുടെ വിചിത്രമായ കണ്ടെത്തൽ. ഒപ്പം രക്ഷാപ്രവർത്തനം വൈകിയെന്ന വാദത്തെയും കളക്ടർ തള്ളുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടായില്ല. അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ മാത്രമാണ് വൈകിയത്. ഇത് സാങ്കേതിക തടസ്സം മൂലമായിരുന്നുവെന്നും കളക്ടർ. ഒപ്പം കുറ്റക്കാരായ ആർക്കെതിരെയും നടപടിയും കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടില്ല. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഈ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം വൈകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിട്ട്? അല്ല, അതിനെക്കുറിച്ചും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെ റിപ്പോർട്ട് പരിശോധിച്ചാലല്ലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. അത് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിക്ക് ഇനി ഗവൺമെൻറ്റാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ശരിയല്ല. 3 സ്റ്റഡി അതിനകത്ത് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡിയുടെ റെക്കമെൻഡേഷൻസ് ഞാൻ അതുപോലെ തന്നെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജൂലൈ 3 കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് അപകടമുണ്ടായത്. അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചിരുന്നു. സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് അന്തിമ റിപ്പോർട്ടും കളക്ടർ സർക്കാരിന് കൈമാറിയത്. അപകടത്തിൽ പരിക്കേറ്റ വയനാട് സ്വദേശി അലീനയും ചികിത്സയ്ക്ക് ശേഷം ഇന്നലെ ആശുപത്രി വിട്ടു. ജില്ലാ കളക്ടർ കൂടി ഉത്തരവാദിയായ അപകടത്തിന്റെ അന്വേഷണം ജില്ലാ കളക്ടർ തന്നെ നടത്തുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് BJPയും കോൺഗ്രസും ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയത്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന അവരുടെ വാദത്തിന് കൂടുതൽ കഴമ്പേറുകയാണ്. കോട്ടയത്ത് നിന്ന് മിഥുനയ്യപ്പൻ, ജനം.